Okay, മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 23. മൂവിംഗ് കോയിൽ ഗാൽവനോമെട്രി എന്നാണ് ക്വസ്റ്റ്യൻ. എ മൂവിംഗ് കോയിൽ ഗാൽവനോmeter has 100 turns and each turns has an area of 2 centimeter square. The magnetic field produced by the magnet is 0.01 Tesla and the deflection in the coil is 0.05 radian. Deflection എന്ന് പറയുമ്പോൾ തീറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. തീറ്റ തന്നിട്ടുണ്ട്, magnetic field, area of cross section, number of turns എല്ലാം തന്നിട്ടുണ്ട്, and the current is 10 milliampere passed through it. The torsional constant of the suspension wire is x into 10 raised to minus 5 Newton meter per radian. The value of x. നമുക്ക് ക്വസ്റ്റ്യനകത്ത് ടോർഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ സി, ടോർഷൻ കോൺസ്റ്റന്റ് നമുക്കറിയാം, സി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് എന്താ? ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഈക്വൽ ടു എന്താ? NIAB സൈൻ തീറ്റ. ഈ റിലേഷൻ നിങ്ങൾക്ക് എന്തായാലും അറിയാവുന്ന ഇക്വേഷനാണ്. അതേപോലെ നമ്മൾ പറയാറുണ്ട്, ദിസ് ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ. തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.05 റേഡിയൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഴുതാം ടോ ഈക്വൽ ടു സി തീറ്റ, വേർ സി ഈസ് ടോർഷൻ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ ആണ്. ആ വാല്യൂവിൽ നിന്നാണ് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് രണ്ടിന്റെയും LHS സെയിം ആണ്, RHS ഇക്വേറ്റ് ചെയ്യാം. സോ അവിടുന്ന് റിലേഷൻ കിട്ടി, സി തീറ്റ ഈക്വൽ ടു NIAB സൈൻ തീറ്റ. ഇനി ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. എന്താ? എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഓഫ് 100 ടേൺസ്. സോ നമുക്ക് സിയുടെ ഇക്വേഷൻ എഴുതാം, സി ഈക്വൽ ടു NIAB സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ. തെറ്റുന്നൊരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ തീറ്റയും ഈ തീറ്റയും കൂടെ, ഇവിടെ നമ്മൾ സൈൻ തീറ്റ എന്ന് എഴുതണ്ട. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. സൈൻ ഫൈ അത് ആംഗിളാണ്, അത് അറിയാവുന്ന കാര്യമാണ്. മറ്റേ തീറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷന്റെ റേറ്റ് ആണ്, ഡിഫ്ലക്ഷൻ ആണ്, അല്ലേ? യെസ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം. എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഹാസ് 100 ടേൺസ് ആൻഡ് ഈച്ച് ടേൺസ് ഹാസ് ആൻ ഏരിയ 2 centimeter square. The magnetic field produced 0.01 Tesla. തീറ്റ നമുക്ക് 90 എന്തായാലും എടുക്കാം, കാരണം അവിടെ ടോർക്ക് മാക്സിമം ആണ്, സൈൻ 90 മാക്സിമം ആണ്. സോ ഒബ്വിയസ്ലി തീറ്റ നമുക്ക് 90 എടുക്കാം. സോ N, നമ്പർ ഓഫ് ടേൺസ് എത്ര തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് ടേൺസ് 100 ആണ്, അല്ലേ? നമ്പർ ഓഫ് ടേൺസ് N എത്രയാണ്? 100 ആണ്. യെസ്, 100. നമ്പർ ഓഫ് ടേൺസ് നമുക്ക് 100 എന്ന് എടുക്കാം. ഇൻറ്റു കറണ്ട് എത്രയാണ് മക്കളെ? കറണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 10 milliampere ആണ്. സോ ഒബ്വിയസ്ലി 10 into 10 raised to minus 3 II. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2 centimeter square ആണ്. സോ 2 into centimeter square ആണ്. അപ്പൊ 10 raised to minus 4 എന്ന് വരും. 2 into 10 raised to minus 4 എന്ന് വരും. യെസ്. അഗെയിൻ B, മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് എത്രയാണ്? 0.01 ടെസ്ല ആണ്. സോ ഇൻറ്റു 0.01 ടെസ്ല. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ തീറ്റ. തീറ്റ എത്ര മക്കളെ? 0.05 ആണ്. സിയുടെ വാല്യൂ കിട്ടി. ബാക്കി കാൽക്കുലേഷൻ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇപ്പൊ സി എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് 4 into 10 raised to minus 5 എന്ന് കിട്ടും. ബാക്കി കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്പേഴ്സ് കട്ട് ചെയ്തെടുക്കാവുന്ന വാല്യൂസ് തന്നെയാണ് എല്ലാം തന്നെ. 4 into 10 raised to ഒന്നുമില്ല. നിങ്ങൾ സിമ്പിളി ആലോചിച്ച് നോക്കി. ഇവിടെ 0.01 ഇവിടെ 0.05, അതിനെ നിങ്ങൾക്ക് 1/5 എന്നാക്കാം. ആ പോയിന്റ് എല്ലാം അങ്ങ് മാറ്റി, അത് 1/5 എന്നായി. ക്ലിയർ? ഇവിടുന്ന് ഒരു 5 ഉണ്ട്, ഒരു 100 ഉണ്ട്, കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, 2 ആക്കാം. ക്ലിയർ? ഈ 2 into ഈ 2 അത് 4 ആയി. ഇവിടെ 10 raised to minus 3 ഉണ്ട്, ഇവിടെ ഒരു 10 raised to minus 4 ഉണ്ട്. ഇപ്പൊ 4 3 7, അത് 10 raised to minus 7 ആയി. ഇവിടെ ഒരു 100ന്റെ 2 0 ഉണ്ട്, അത് 10 raised to minus 5 ആയി. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്ന വാല്യൂസ് ആണ്. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 4 എന്ന് പറയാം. നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ 4 എന്ന് കമ്പയർ ചെയ്യും. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കും. താങ്ക് യു സോ മച്ച്.